നിങ്ങൾ പിണങ്ങാറുണ്ടോ? പിണങ്ങാത്ത മനുഷ്യന്മാരുണ്ടോ ഉസ്താദ് എന്നാണ്. എന്നല്ലേ 10 പിണക്കങ്ങൾ ജീവിതം തകർക്കും, സമാധാനം തകർക്കും, നമ്മളെ നരകത്തിലെത്തിക്കും. 10 പിണക്കങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതൊക്കെയാണ് പിണക്കങ്ങൾ? അങ്ങനെയുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ മാറാൻ നമ്മൾ തയ്യാറാകണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യാം, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? ഉസ്താദ് എന്നൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാണ്. എന്ത് പ്രയാസമായിക്കോട്ടെ, റബ്ബാരാണ്, അള്ളാഹുവാണ്. അവൻ നമുക്ക് ഗുണമല്ലാത്തത് തരില്ല. എന്ത് സങ്കടം തന്നാലും സന്തോഷം തന്നാലും അതെൻ്റെ റബ്ബ് എനിക്ക് ഗുണമാക്കിയാണ് തരുന്നത്. ആ ബോധ്യത്തിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിണങ്ങാറുണ്ടോ നിങ്ങൾ? ഇല്ലേ? പിണങ്ങാറൊക്കെ ഉണ്ട്. പിന്നെ പിണക്കില്ലാത്ത ജീവിതത്തിനൊരു രസമില്ലാത്തതാണ്. പിണക്കമൊക്കെ നല്ലതാണ്. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, ആ പിണക്കം ബെഡ്റൂമിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം. ബെഡ്റൂമിൻ്റെ അകത്തോട്ട് പിണക്കം കൊണ്ടുപോകരുതേ. ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിണക്കമൊന്നും ഉണ്ടാകരുത്. അതിന് മുമ്പ് തീരണം. കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ വല്ലപ്പോഴും, ഡെയിലി പിണക്കമൊന്നും നല്ലതല്ല. കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ, അതൊക്കെ ഒരു രസമാണ്. ആ പിണക്കത്തിന് ശേഷമുള്ളൊരു കൂടിച്ചേരലിന് വല്ലാത്തൊരു മധുരമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിണക്കങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പിണക്കങ്ങൾ നരകത്തിലേക്ക് എത്തിക്കും. ചിലയിടങ്ങളിൽ പിണങ്ങി നിൽക്കൽ നിർബന്ധമാണ്, ഇല്ലേ? അതായത് അള്ളാഹുവിനെ കയ്യും കാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അറബി പയ്യന എന്ന് പറയുന്നവർ, അള്ളാഹുവിന് ചന്തി ഉണ്ടെന്ന് പോലും എഴുതി വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് പിണങ്ങി നിൽക്കൽ നമുക്ക് ഇസ്ലാമികപരമായ ബാധ്യതയാണ്. അതല്ലാതെ സാധാരണ മുസ്ലിംകളായ ആളുകൾ, അങ്ങനെ സാധാരണ മനുഷ്യന്മാരോട് പിണങ്ങി നിന്നാൽ ചില പിണക്കങ്ങൾ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അടക്കം രേഖപ്പെടുത്തി വെച്ച 10 പിണക്കങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ 10 തരം പിണക്കങ്ങൾ നമ്മുടെ ജീവിതം തകർക്കും, സമാധാനം ഇല്ലാതാക്കും, പിന്നെയോ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി വലിച്ചെറിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അശ്റത്തു മിനൽ ജഫ. 10 കാര്യങ്ങൾ പിണക്കങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയട്ടെ. ഒന്നാമത്തത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. എപ്പോഴും സ്വന്തം കാര്യം മാത്രം ദ്വാരക്കുക. മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ മറക്കുന്നവൻ, പാപ്പാനെയും ഉമ്മാനും പിണങ്ങിയവനായി അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പാപ്പാക്കും മക്കും ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അക്കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ. അവർക്ക് വേണ്ടി എപ്പോഴൊക്കെ നമ്മുടെ കാര്യം ദ്വാരക്കുന്നുണ്ടോ, പാപ്പാനും ഉമ്മാനും ദ്വായിൽ ഓർക്കണം. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെ 24 മണിക്കൂറും ദ്വായാണ്. വാപ്പാനും ഉമ്മാനും നീ ഓർക്കുന്നുണ്ടോ? മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എത്ര മക്കൾ ദ്വാരക്കുന്നുണ്ട്, എത്ര പേര് ദ്വാരക്കുന്നുണ്ട്. വല്ല ആണ്ടിലും കൊല്ലത്തിലും ദ്വാരക്കണ കാര്യമല്ല. നിനക്കെപ്പോ നീ ദ്വാരക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ, നിനക്ക് വേണ്ടി ജീവിച്ച, സ്വജീവൻ പോലും നിനക്കായി സമർപ്പിച്ച, സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നീ ഒന്ന് ദ്വാരക്കണ്ടേ? അങ്ങനെ ദുആ ചെയ്യുന്ന മനുഷ്യർ, അങ്ങനെ ദുആ ചെയ്യാത്ത മനുഷ്യർ അവരോട് പിണങ്ങിയവരാണ്. അപ്പോൾ ദുആ ചെയ്യുന്നവരോ അവരോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. രണ്ടാമത്തേത്, യഅരിഫുൽ ഖുർആൻ വലാ യഖറഉ ഫീ കുല്ലി യൗമിൻ മിഅ ആയ. അതായത് ഒരാൾക്ക് ഖുർആനെ കുറിച്ചൊക്കെ അറിയാം, ഖുർആനൊക്കെ ഓതാൻ അറിയാം, പക്ഷേ ഡെയിലി അവൻ 100 ആയത്ത് പോലും ഓതണില്ല. അവൻ ഖുർആനിനോട് പിണങ്ങിയവനായി. സുബ്ഹാനക യാ റബ്ബ്. എന്താ പറഞ്ഞത്? ഖുർആൻ ഓതാൻ അറിയാം, എന്നിട്ട് 100 ആയത്ത് ഖുർആനിൽ ഓതണില്ലാന്നേ. അവൻ ഖുർആനിനോട് പിണങ്ങിയവനായി എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഖുർആൻ ഒന്നുകിൽ നമുക്ക് അനുകൂലമാവും, അല്ലെങ്കിൽ പ്രതികൂലമാവും. ഖുർആൻ പ്രതികൂലമായുള്ള അവസ്ഥ എന്താണ്? ആഖിറത്തിൽ ചെല്ലുമ്പോൾ മുത്തുനബി പോലും നമ്മുടെ കാര്യത്തിൽ ഇടപെടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഡെയിലി ഒരു 100 ആയത്തെങ്കിലും ഖുർആനിൽ നിന്ന് പതിവായി ഓതുന്നവരായി മാറണം. മെൻസ്ട്രൽ പീരീഡുള്ള സമയത്ത് ഖുർആൻ ഓതൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പോൾ ആ സമയത്തും ഖുർആനായിട്ടുള്ള ബന്ധമില്ലാതെ പോകാൻ പറ്റില്ല. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആനിലേക്ക് ഭർത്താവിനോട് ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് തരാൻ പറയാം, എന്നിട്ട് ഖുർആനിലേക്ക് ഒന്ന് നോക്കുക, ഖൽബ് കൊണ്ട് ഓതാ. അല്ലേ? ഖൽബ് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വായ കൊണ്ട് ഓതരുത്. ഖുർആനിലേക്ക് ഇടക്കൊന്ന് നോക്കുക, അതുപോലെ ഖുർആൻ കേൾക്കുക. അങ്ങനെ ഖുർആനികമായൊരു ബന്ധം മെൻസ്ട്രൽ പീരീഡിലാണെങ്കിലും നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ പറയുന്ന 100 ആയത്തെങ്കിലും നമ്മൾ ഓതാതെ പോയാൽ പ്രശ്നമാണ്. അത് ഖുർആനോടുള്ള പിണക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തേത്, ദഖലൽ മസ്ജിദ വലം യുസല്ലി റകഅത്തൈൻ. ഒരാൾ പള്ളിയിൽ കയറിയാൽ 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഇവൻ പള്ളിയിൽ കയറിയിട്ടും 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ ഇവൻ ആരാണ്? ഇവൻ അള്ളാഹുവിൻ്റെ പള്ളിയോട് പിണങ്ങിയവനാണ്. ഇവനാരാണ്? അള്ളാഹുവിൻ്റെ പള്ളിയോട് പിണങ്ങിയവനാണ്. അള്ളാഹിൻ്റെ പള്ളിയോട് പിണങ്ങിയിട്ട് പിന്നെ സ്വർഗം കിട്ടുമോ? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടൂലേ? പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ജമാഅത്ത് നടക്കണം, ആ ജമാഅത്തിൽ കൂടെ, അതിലൊന്നും കുഴപ്പമില്ല, അവന് തഹിയ്യത്തിൻ്റെ കൂലി കിട്ടും.
ഇത് സമയം ഉണ്ടായിട്ടും നിസ്കരിക്കാതെ വെറുതെ ഇരുന്നിങ്ങനെ സമയം കളയുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. തഹിയ്യത്ത് നിസ്കരിക്കൂല, പള്ളിയായിട്ട് ബന്ധമില്ലാത്തവനാണ്. നാലാമത്തേത്, ഒരാൾ പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുന്നു, എന്നിട്ടോ ആ കബറാളികൾക്ക് സലാം പറയുന്നില്ല, അവൻ അവരോട് പിണങ്ങിയവനാണ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളോട് പിണങ്ങിയാൽ പിന്നെ എന്തിനു കൊള്ളാം? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നമുക്ക് നാളെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നുള്ള ദുആയാണ് ആ സലാമിലുള്ളത്. അത് പറയാത്തവർ ആ കബറാളികളോട് പിണങ്ങിയവനാണ്, അതവനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തേത്, ദഖല മദീനതൻ യൗമൽ ജുമുഅ വലം യുസല്ലിൽ ജുമുഅ. ഒരാൾ ജുമുഅ ദിവസം നോക്കി പട്ടണത്തിലേക്ക് പോയി, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ എങ്ങോടെങ്കിലും പോയി, ടൂർ പോയതാലും വെക്ക്, വെറുതെ ഒരു രസത്തിനങ്ങ് പോയി, ഒരു കാരണം ഉണ്ടായില്ല. എന്നിട്ടോ അവിടെ ചെന്നിട്ട് ജുമുഅ നിസ്കരിച്ചില്ല, അവൻ പരിശുദ്ധ ജുമുഅയോട് പിണങ്ങിയവനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നല്ലേ. ജുമുഅ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്, ഒരു അദബുകേട് പോലും സംഭവിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഇനി ആറാമത്തേത്, നസല ഫീ മഹല്ലതിഹി ആലിമുൻ വലം യതഅല്ലം മിൻഹു. നമ്മുടെ മഹല്ലിൽ ഒരു ആലിം, ഒരു പണ്ഡിതൻ വന്ന് താമസിച്ചു. എന്നിട്ടൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ അടുക്കൽ പോയി, ആ ആലിമിൻ്റെ അടുക്കൽ പോയിട്ട് ദീൻ പഠിക്കാത്തവരായി നിങ്ങൾ മാറുന്നുണ്ടോ? ഒരു ആലിമ് നമ്മുടെ മഹല്ലിൽ വന്ന് താമസിച്ചു, അള്ളാഹിനെ അറിയുന്ന നല്ല ആലിമാണ്. ആ ആലിമിൻ്റെ അടുക്കൽ പോയി ഇൽമു പഠിക്കാൻ നമ്മൾ തയ്യാറാവണില്ല. നമ്മൾ അള്ളാഹിൻ്റെ ഇൽമിനോട്, ആലിമിങ്ങളോട് പിണങ്ങിയവരാണ്. ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്നവരായി മാറണം, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരായി മാറണം. ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശുപാർശകരായി ഉണ്ടാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ് അല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരോട് പിണങ്ങിയവരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ഇനി ഏഴാമത്തെ കാര്യം എന്താണ്? രണ്ടുപേര് കണ്ടുമുട്ടി, എന്നിട്ട് അവർ പിരിയുമ്പോഴും പരസ്പരം പേര് ചോദിക്കുന്നില്ലെങ്കിൽ അവർ തമ്മിൽ പിണങ്ങിയവരാണ്. അപ്പം നമ്മൾ ഒരു പുതിയ ആളെ നമ്മൾ കണ്ടുമുട്ടി, അങ്ങനെ കണ്ടുമുട്ടിയാൽ ഹബീബായ തങ്ങൾ പറയണം, ആദ്യം പേര് ചോദിക്കണം, പരിചയപ്പെടുമ്പോൾ പേര് ചോദിക്കണം. നമ്മൾ പേരൊന്നും ചോദിച്ചില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങിയവരാ. ഇതൊക്കെ ഡേഞ്ചറാണെന്നാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള അങ്ങനത്തെ പിണക്കം പോലും പാടില്ല എന്നുള്ളതാണ്. ഇനി എട്ടാമത്തേത്, ഭക്ഷണത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചു, നമ്മളെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരാൾ ക്ഷണിച്ചു എന്ന് വെക്കാം. നമ്മളെന്ത് ചെയ്യും? പോകൽ സുന്നത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് അള്ളാഹിൻ്റെ ഹബീബിനെ പരിഹസിക്കുന്ന, അള്ളാഹ് കയ്യും കാലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ക്ഷണിച്ചാൽ പോവുകയും ചെയ്യരുത്. അവർ ചിലപ്പോൾ തഫ്സീർ ക്ലാസ് ഉണ്ട്, വഴി നമുക്ക് തറാവീഹ് നിസ്കരിക്കാം, ഖുർആൻ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ആ വിളിക്കുന്നത് അവരുടെ സംഘടന വളർത്താനാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. മരിച്ചാൽ പോലും നമ്മുടെ മക്കൾ യാസീൻ ഓതാൻ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ വിളിച്ചാൽ പോകാൻ പാടില്ല, പോകൽ തെറ്റാണ്. ഇതങ്ങനെയല്ല. ഒരു കല്യാണ വീട്ടിലേക്ക് വിളിച്ചു, നല്ല ആളുകൾ ഒരു കല്യാണ വീട്ടിലേക്ക് വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, നല്ല നിലക്ക് അഹ്ലുസുന്നയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇതര മതസ്ഥം വിളിച്ചാലും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലാത്തടത്ത് നമുക്ക് പോകാമല്ലോ. അങ്ങനെ പോകണം എന്നാണ്. ആ പോക്കിൽ അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ക്ഷണിച്ചാൽ നമ്മൾ അതിനെ നിരസിക്കുക എന്ന് പറയുന്നത്. ഇനി ഒമ്പതാമത്തേത്, ഒരു ചെറുപ്പക്കാരൻ, അവന് നല്ല യുവത്വം നിറഞ്ഞേക്കുന്ന സമയമാണ്, പക്ഷെ അവൻ ഇൽമു പഠിക്കാൻ പോകണില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദീനിനോട് പിണങ്ങിയവനാണ്. അള്ളാഹിൻ്റെ ദീനിനോട് പിണങ്ങിയാൽ പിന്നെ അവൻ എവിടെയുള്ളത്? എത്ര വലിയ അപകടമാണ് ഇല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറുപ്രായതെന്നൊക്കെ പറയണത്, യുവത്വം എന്നൊക്കെ പറയണത് ഇൽമു പഠിക്കാനുള്ള സമയമാണ്. പിന്നെ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഇൽമു പഠിച്ച് ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പത്താമത്തേത്, വയറ് നിറച്ചൊരുത്തൻ കഴിക്കുകയാണ്, എപ്പോഴോ അവൻ്റെ അയൽവാസി പട്ടിണിയാണ്. അങ്ങനെയുള്ളവൻ അയൽവാസിയോട് പിണങ്ങിയവനാണ്. അയൽവാസിയോട് പിണങ്ങിയവന് പിന്നെ എന്ത് സ്വർഗം? ഹബീബായ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് പറയുന്നില്ലേ, നബിയെ ഇന്നാലിൻ്റെ സ്ത്രീയുണ്ട്, അവർ കറക്റ്റ് നിസ്കരിക്കും, ഒരു സുന്നത്ത് പോലും വിടൂല നബിയെ, പക്ഷേ യുവതി ജീറാനഹ, അവരുടെ അയൽവക്കക്കാരെ അവൾ വെറുപ്പിച്ചിട്ടുണ്ട്, താമസിച്ചില്ല. ഒറ്റ മറുപടിയാണ്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. മറ്റൊരവസരത്തിൽ ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞു, നബിയെ ഒരു സഹോദരി ഉണ്ട്, സുന്നത്തൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല, ഫർദൊക്കെ കൃത്യമാണ്, വല്ലപ്പോഴൊക്കെ സുന്നത്ത് നിസ്കരിച്ചാലായി, പക്ഷേ അവൾ ഒരിക്കലും അയൽപക്കക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല നബിയെ. ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഈ പറഞ്ഞ 10 പിണക്കങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അപകടമാണ്. അത് മാറ്റിവെച്ച് നല്ല കുട്ടികളായി മാറുക. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ ആ പിണക്കങ്ങളൊക്കെ ഇല്ലാതെയായി മനോഹരമായ ജീവിതമായി മാറട്ടെ. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, യാ മാദിഹർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ മലക്കുകളാൽ വിളിക്കപ്പെടുന്നത് ഏത് സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവനെയാണ്? സൂറത്തുൽ ഇഖ്ലാസ്, അള്ളാഹുവിൻ്റെ വർണ്ണനയാണത് അല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. മഹാനായ മമ്പുറം തങ്ങളുടെ ജന്മനാട് എവിടെയാണ്?
മമ്പ്രങ്ങൾ എവിടെയാണ് ജനിച്ചത്? കമൻറ്റ് ചെയ്യട്ടോ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. എന്തെല്ലാം കമൻറ്റുകൾ വന്നിട്ടുണ്ടോ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എല്ലാ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.